കൽക്കി 2898 AD എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് തീർച്ചയായിട്ടും ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കും. ഈ കൽക്കി എന്ന സിനിമയെക്കുറിച്ച് ഓൾറെഡി തന്നെ ഞാൻ ഒരു ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ രണ്ട് വീഡിയോകളും കണ്ടിരിക്കാനൊന്ന് ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. സിനിമയുടെ തുടക്കത്തിൽ സിനിമയുടെ മെയിൻ തീമുമായി ബന്ധപ്പെട്ട് വരുന്ന ആ മഹാഭാരത കഥയുടെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. അതിൽ ഭീഷ്മർ ശരശയിൽ കിടക്കുന്നതും അഭിമന്യു ചക്രവ്യൂഹത്തെ എതിരിടുന്നതും കർണന്റെ തേരിന്റെ വീല് ഭൂമിയിൽ താഴ്ന്നു പോകുന്നതുമെല്ലാം കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ അവിടെ ഒരു ആന വീണ് കിടക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഈ ആനയുടെ പേരെന്ന് പറയുന്നത് അശ്വത്ഥാമാവ് എന്ന് തന്നെയായിരുന്നു. സോ അശ്വത്ഥാമാവിന്റെ അച്ഛനായിട്ടുള്ള ദ്രോണരെ വധിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആന ചരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണരെ പുറത്തേക്ക് ഇറക്കുകയും അതുവഴി കൊല്ലുകയുമാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യമാണ് പിന്നീട് അശ്വത്ഥാമാവിനെ അഭിമന്യുവിന്റെ കുഞ്ഞിനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും പിന്നീട് സിനിമയിൽ വന്നിട്ടുള്ള പ്രധാന കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതും. ഈ സമയങ്ങളിൽ തന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, സാധാരണ സിനിമകളിലും സീരിയലുകളിലും കാർട്ടൂണുകളിലുമെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് കൃഷ്ണനെ നീല നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ കാണിക്കുന്നതായിട്ടാണ്. എന്നാൽ പൊതുവെ ശ്രീകൃഷ്ണനെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്നത് കാർവർണ്ണൻ, കറുപ്പ് നിറത്തിലായിരുന്നുവെന്നാണ്. സോ ആ ഒരു കാര്യത്തിനോട് നീതി പുലർത്തുന്നത് പോലെ ഈ ചിത്രത്തിൽ കൃഷ്ണനെ അതുപോലെ തന്നെ ആ ഒരു കറുപ്പ് നിറത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് സിനിമയുടെ മെയിൻ കഥയിലേക്ക് വരുന്ന സമയത്ത് 6000 വർഷങ്ങൾക്കിപ്പുറമാണ് പ്രസന്റിലെ കഥ നടക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അവിടെ കുറെ കെട്ടിടങ്ങളും ഫാക്ടറികളും ടാങ്കുകളും എല്ലാം തകർന്നു കിടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. സോ ആ സമയം അവിടെ കാണിക്കുന്ന രണ്ട് ടാങ്കുകളിലായി 28 എന്നും 98 എന്നും കൊടുത്തിരിക്കുന്നതായി കാണാം. സോ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ 2898 എന്നാകും. പിന്നീട് വറ്റിവരണ്ടിരിക്കുന്ന ഗംഗയുടെ മുകളിലൂടെ ഒരു വാഹനത്തിൽ കുറെ ആളുകൾ സഞ്ചരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ആ സമയം സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ പണ്ട് ആ ഗംഗാനദിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വള്ളങ്ങളും അതുപോലെ തന്നെ അതിന്റെ കരയിലോ മറ്റോ നിന്നിട്ടുള്ള മൊബൈൽ ടവറുകളോ പാലങ്ങളോ എല്ലാം തകർന്നു കിടക്കുന്നതായി നമുക്ക് കാണാം. ഇതേപോലെ തന്നെ പിന്നീട് അശ്വത്ഥാമായും ഭൈരവനുമായിട്ട് ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ സ്ഥലം ബഹിരാകാശവുമായി സ്പേസുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണവുമെല്ലാം നടത്തുന്ന ഒരു സ്ഥലമാണെന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ വെൽക്കം ടു റോക്കറ്റ് വേൾഡ് എന്നോ മറ്റോ കൊടുത്തുകൊണ്ട് ഒരു റോക്കറ്റ് ചിത്രം കൊടുത്തിരിക്കുന്നതായും കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്ഥലം ആദ്യമായി കാണിക്കുമ്പോൾ അവിടെ ഒരു റോക്കറ്റോ മറ്റോ തകർന്നു കിടക്കുന്നതായും അതിൽ മസ്ക് എന്ന് കൊടുത്തിരിക്കുന്നതായും കാണാം. സോ ഇത് റോക്കറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലോൺ മസ്കിനെ റെഫർ ചെയ്യുന്ന വിധത്തിലാണ് അവിടെ കൊടുത്തിരുന്നത്. പിന്നീട് ആ കോംപ്ലക്സും കാശിയിലെ ആ സിറ്റിയുമെല്ലാം കാണിക്കുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യർ വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നതായി കാണിക്കുന്നുണ്ട്. വെള്ളവും ഭക്ഷണവും എല്ലാം പൈസ കൊടുത്താണ് അവർ വാങ്ങുന്നതെന്നെല്ലാം കാണിക്കുന്നുണ്ട്. സോ ഇതോടൊപ്പം തന്നെ അവിടെയുള്ള സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ഓക്സിജനുമായി ബന്ധപ്പെട്ട ബോർഡുകൾ വെച്ചിരിക്കുന്നതായി കാണാം. സോ ഓക്സിജനും ഇതുപോലെ അവർക്ക് വില കൊടുത്ത് മേടിക്കേണ്ടി വരുന്നുണ്ട് എന്ന കാര്യവും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ കോംപ്ലക്സും മറ്റും കാണിക്കുന്ന സമയത്ത് അവിടെ ചുവപ്പ് നിറം ധാരാളമായി യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. അവരുടെ ആയുധങ്ങളും മറ്റും ചുവപ്പ് നിറമാണെന്നും അവരുടെ വേഷത്തിലും കൂടുതലായി ചുവപ്പ് നിറം യൂസ് ചെയ്തിരിക്കുന്നതായും കൂടാതെ അവിടെ മുഴുവനായിട്ടും ഇത്തരത്തിൽ ചുവപ്പ് നിറം കൂടുതലായി യൂസ് ചെയ്തിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഷംബാലിലുള്ള ആൾക്കാരും മറ്റും നീല നിറമാണ് കൂടുതലായി യൂസ് ചെയ്യുന്നതായി കാണിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ആ പഴയ മഹാഭാരത കഥയിൽ കർണൻ വേഴ്സസ് അർജുനൻ എന്ന് വരുമ്പോൾ കർണൻ ചുവപ്പ് നിറം യൂസ് ചെയ്യുന്നതായിട്ടും പോസിറ്റീവ് കഥാപാത്രമായി പറയുന്ന അർജുനൻ നീല നിറം യൂസ് ചെയ്യുന്നതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പോരാട്ടം തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറവും യാസ്കിന്റെ കോംപ്ലക്സിലുള്ളവരും ഷംബാലിലുള്ളവരുമായി നടക്കുന്നത് എന്ന രീതിയിലാണ് ഈ നിറങ്ങൾ തന്നെ ഇവർ യൂസ് ചെയ്യുന്നതായി കാണിച്ചിരുന്നത്. ഇതുകൂടാതെ അശ്വത്ഥാമ എന്ന കഥാപാത്രത്തിന്റെ നെറ്റിയിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കല്ല് കാണിച്ചിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കോംപ്ലക്സിൽ ഒരു ചുവന്ന കല്ല് നെറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ കടുവയെ പോലെയുള്ള മൃഗത്തെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മൃഗം ക്രൂരനാണെന്നെല്ലാം സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വയലൻസ് എല്ലാം എത്രത്തോളമാണെന്ന് സിനിമയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് വരും സിനിമകളിൽ ഈ കല്ലുകൾ ധരിച്ചിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ അശ്വത്ഥാമായും ഈ ഒരു മൃഗവും തമ്മിൽ പോരാട്ടം വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു ഫോർഷാഡോയിങ് ആയിട്ടായിരിക്കാം അശ്വത്ഥാമയെ പോലെ തന്നെ കല്ല് വെച്ചിട്ടുള്ള ഈ മൃഗത്തെ ജസ്റ്റ് ഒന്ന് സിനിമയിൽ കാണിച്ചു പോയത്. ബാനി എന്ന ആ ഒരു കഥാപാത്രത്തിന്റെ കൈകളിലേക്കാണ് ഗാന്ധീവ് എത്തുന്നതായി കാണിക്കുന്നത്. ഇതിനുശേഷം ഈ ബാനിയുടെ മുറി കാണിക്കുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ ചില്ലിട്ട് വെച്ചിരിക്കുന്നതായി കാണാം. അവിടെ ഒരു ഗദ വെച്ചിട്ടുണ്ട്, ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, ഒരു ചതുരംഗ പലകയോ മറ്റോ വെച്ചിരിക്കുന്നതായി കാണാം. സോ ഇതെല്ലാം തന്നെ ആ ഒരു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിൽ വർഷങ്ങൾക്കിപ്പുറം അയാൾക്ക് മണ്ണിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്നും അയാൾ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണെന്നും മനസ്സിലാക്കാം. കൂടാതെ ഈ സീനിൽ
അയാളെ കാണിക്കുമ്പോൾ അയാൾ എന്തൊക്കെയോ വായിക്കുന്നതായി, പേപ്പറുകളും ബുക്കുകളും എല്ലാം നോക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിൽ പല ഗ്രന്ഥങ്ങളും പേപ്പറുകളും എല്ലാം വായിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കഥാപാത്രത്തിന് അശ്വത്ഥാമയെ കുറിച്ചും ഈ ഒരു കഥാപാത്രത്തിനൊന്നും അറിയാതിരിക്കുന്ന ഗാന്ധീവ എന്ന വില്ലിനെ കുറിച്ചുമെല്ലാം അറിയാവുന്നത് എന്നും മനസ്സിലാക്കാം. ഇതിനോടൊപ്പം തന്നെ ഈ ബാനിയുടെ റൂമിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചില്ലിട്ട രീതിയിൽ ഒരു മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കാണിക്കുന്ന ഈ ഒരു വിഗ്രഹം മാത്രം ഇതിൽ നിന്നും വ്യത്യസ്തമായി തുറന്നു വെച്ചിരിക്കുന്നതായും അതിന് ഇവരുടെ ആ വയൽസിനെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ചുവപ്പ് നിറം ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നതായും ഈ വിഗ്രഹത്തിന്റെ ആംഗിളിൽ ഈ വിഗ്രഹം ഇവരെ നോക്കുന്നത് പോലെയും ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ ഗാന്ധിവം സമർപ്പിച്ചിരിക്കുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ശില്പത്തിന് കാണുന്ന കൂർത്ത പല്ലുകളും മറ്റും വെച്ചുകൊണ്ടും ഇവിടെ ഇവരുടെ ആ വയലൻസിനെ സൂചിപ്പിക്കുന്ന ചുവപ്പ് നിറം ഇതിലും കൊടുത്തിരിക്കുന്നത് കൊണ്ടുമെല്ലാം എനിക്ക് തോന്നിയത് ഇത് ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന കൽക്കിയുടെ എതിരാളിയായിട്ടുള്ള കലിയാണെന്നും ഈ കലിയെ സൂചിപ്പിക്കുന്ന സുപ്രീം യാസ്കിൻ സിനിമയുടെ അവസാനത്തിൽ ഗാന്ധീവ എടുത്തുയർത്തുന്നത് കൊണ്ട് തന്നെ ഈ കലിയുടെ മുന്നിലായി ഗാന്ധീവ ഇവിടെ വെച്ചുകൊണ്ട് ആ ഒരു കാര്യത്തെ ഫോർഷാഡോ ചെയ്യുന്നതാണെന്നും മനസ്സിലാക്കാം. കൂടാതെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കഥ ഒരുപക്ഷെ ഇവിടെ ഗാന്ധീവ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീമന്റെ ഗതയായിട്ടോ അല്ലെങ്കിൽ രാമായണവുമായി ബന്ധപ്പെട്ടു വരുന്ന ഹനുമാന്റെ ഗതയായിട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഇതിന് കൂടുതൽ ചാൻസ് ഭീമന്റെ ഗതയായിട്ട് തന്നെയായിരിക്കും. കാരണം ഹനുമാൻ ചിരഞ്ജീവിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിൽ തന്നെ അശ്വത്ഥാമ ചിരഞ്ജീവിയാണെന്ന് കാണിക്കുമ്പോൾ അത്രയും വർഷങ്ങൾ ജീവിച്ചിരുന്നുവെന്നും അത്രയും പ്രായമുണ്ടെന്നെല്ലാം കാണിക്കുന്നുണ്ട്. കൂടാതെ അശ്വത്ഥാമ ആ പഴയ ആയുധം അപ്പോഴും സൂക്ഷിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ കണ്ടിന്യൂസ് ആയി വരുന്ന ഏതെങ്കിലും ചിത്രത്തിൽ ഹനുമാനെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു കഥാപാത്രവും ഇത്രയും ഏജ്ഡ് ആണെന്നും കൂടാതെ ആ കഥാപാത്രം തന്നെ തന്റെ ആയുധം സൂക്ഷിക്കുന്നുണ്ടെന്നും കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണിൽ കൈമോശം വന്നുപോയി പിന്നീട് വീണ്ടെടുത്തതായി കാണിക്കുന്ന ഈ ഒരു ഗത ഹനുമാന്റെതല്ല, പകരം മഹാഭാരതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭീമന്റെ ഗതയാകാനാണ് കൂടുതൽ ചാൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ചിരഞ്ജീവികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ചിത്രത്തിൽ ദുൽഖർ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം അശ്വത്ഥാമയെ പോലെ തന്നെ ഒരു ചിരഞ്ജീവിയായിട്ടുള്ള പരശുരാമൻ എന്ന കഥാപാത്രമാണ് എന്ന് ചില വീഡിയോകളിലും മറ്റും ഞാൻ കണ്ടിരുന്നു. എന്നാൽ അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം ഈ ഒരു കഥാപാത്രം ആയുധവുമായെല്ലാം ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ പരശുരാമന്റെ ഒരു റെഫറൻസ് ഈ കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ടാകാം. അതല്ലാതെ അശ്വത്ഥാമയെ പോലെ തന്നെ ചിരഞ്ജീവിയായിട്ടല്ല ഈ ഒരു കഥാപാത്രം വന്നിട്ടുള്ളതെന്ന് ഉറപ്പാണ്. അതായത് ഇവിടെ അശ്വത്ഥാമയെ കാണിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ ഹനുമാന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അശ്വത്ഥാമയെ കാണിച്ചിരിക്കുന്നത് ആ ഒരു പഴയ ആൾ തന്നെ ഇത്രയും വർഷങ്ങളോളം ജീവിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ്. കൂടാതെ അയാൾ ആ പഴയ ഓർമ്മകളെല്ലാമുള്ള ആ പഴയ വേഷത്തിൽ തന്നെയാണെന്നും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രവുമായിട്ടാണ് വരുന്നത്. സോ അങ്ങനെയെങ്കിൽ പരശുരാമനെ കാണിക്കുമ്പോഴും ഇത്രയും വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ആ പഴയ ഓർമ്മകളെല്ലാം കൊണ്ട് ആ പഴയ രൂപത്തിലും വേഷത്തിലും തന്നെ വരുന്നൊരു കഥാപാത്രമായിട്ട് വേണം ഇവിടെ കാണിക്കാൻ. പകരം ദുൽഖറിന്റെ കഥാപാത്രത്തെ കാണിച്ചിരിക്കുന്നത് ഒരു പുതിയ കഥാപാത്രം എന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അശ്വത്ഥാമയെ കാണിച്ചതുപോലെ ആ ഒരു ചിരഞ്ജീവിയായിട്ടുള്ള പരശുരാമന്റെ കഥാപാത്രം ഇത്രയും വർഷങ്ങളോളം ജീവിച്ചു വന്നിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടല്ല ദുൽഖറിനെ കാണിച്ചിരിക്കുന്നത്. പകരം പരശുരാമൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ട് മാത്രമായിരിക്കാം ഈ കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇതിലെ പ്രഭാസിന്റെ കഥാപാത്രം പഴയ ജന്മത്തിൽ കർണനായിട്ടും പുതിയ ജന്മത്തിൽ ഭൈരവ എന്ന പേരിൽ കാലഭൈരവന്റെ കുറെ റെഫറൻസുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ കഥാപാത്രത്തിന് സിനിമയുടെ അവസാനം എത്തുമ്പോഴും മറ്റും കർണന്റെ ആ ഓർമ്മകൾ കിട്ടുന്നത് പോലെ തന്നെ കുറെ റെഫറൻസുകളും മറ്റും കൊടുത്തു പോയിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം സിനിമയുടെ ഇടയ്ക്ക് വെച്ച് മറ്റൊരു ഭാഗത്ത് കാണിച്ചിരുന്നു. അതായത് ഈ ഭൈരവൻ എന്ന കഥാപാത്രത്തിന്റെ കൈ നോക്കി പ്രവചിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഒരു മിന്നലേറ്റ് ചക്രം വീഴുന്നതായിട്ടും ആ ചക്രം ഈ ഭൈരവൻ തടയുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഈ ചക്രത്തിന്റെ മറുസൈഡ് കാണിക്കുന്ന സമയം അവിടെ കൃഷ്ണന്റെയോ വിഷ്ണുവിന്റെയോ മറ്റോ രൂപം കുത്തിവെച്ചിരിക്കുന്നതായി കാണാം. നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിൽ കർണന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ശ്രീകൃഷ്ണൻ എന്ന്. സോ ഈ ചക്രത്തെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒന്നില്ലെങ്കിൽ അഭിമന്യുവിന്റെ ചക്രവ്യൂഹത്തെ പറ്റിയോ അതല്ലെങ്കിൽ കർണന്റെ രഥത്തിന്റെ വീല് മണ്ണിൽ താഴ്ന്നു പോയ കാര്യത്തെയാണ്. സോ എങ്ങനെ തന്നെയാണെങ്കിലും ശ്രീകൃഷ്ണന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മഹാഭാരത യുദ്ധത്തിൽ വന്നിട്ടുള്ള കർണനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഇവിടെ ശ്രീകൃഷ്ണന്റെ രൂപം പതിഞ്ഞിട്ടുള്ള ആ ചക്രം ഭൈരവന്റെ ദേഹത്തേക്ക് വീഴുന്നതായിട്ടും കർണൻ ഉള്ളിലുള്ള ഭൈരവന്റെ കഥാപാത്രം അത് തടയുന്നതായിട്ടും കാണിക്കുന്നത്. കൂടാതെ ഈ ചക്രവും നോക്കുകയാണെങ്കിൽ അത് അത്രയും പഴയതാണെന്നും അതിൽ മരത്തിന്റെ വേരുകളും മറ്റും പിടിച്ചു കിടക്കുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി തന്നെ ഈ ചിത്രത്തിൽ ഇതുപോലെ മഹാഭാരത കഥകളുമായി മറ്റും ബന്ധപ്പെട്ട പുരാതന കാര്യങ്ങൾ മണ്ണിൽ നിന്ന് വീണ്ടെടുക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യവും ഇതുപോലെ അഭിമന്യുവിന്റെ ആ ചക്രം തന്നെയോ അല്ലെങ്കിൽ മണ്ണിൽ പൂണ്ടുപോയ കർണന്റെ ആ രഥത്തിന്റെ അതേ ചക്രം തന്നെയാണെന്നും വർഷങ്ങൾക്കിപ്പുറം അത് കിട്ടുന്നതായി കാണിച്ചതാണെന്നും മനസ്സിലാക്കാം.
പിന്നെയുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു കഥാപാത്രം പോസിറ്റീവ് സൈഡിൽ നിൽക്കാതെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്? അത് ഈ ഒരു സിനിമയുടെ മെയിൻ തീമായിട്ടുള്ള കലിയുഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് കലിയുഗത്തിൽ നല്ലവരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തിന്മകൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഒരു കഥാപാത്രത്തെ നോക്കിയാലും അയാൾ നന്മയുള്ള ആളാണെങ്കിൽ കൂടി അയാൾക്ക് ആ കോംപ്ലക്സിൽ കയറണം. അവിടെ ധാരാളം നല്ല ഭക്ഷണങ്ങളുണ്ട്, ഒരുപാട് സുഖങ്ങൾ അവിടെ കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അയാൾ ഒരുപാട് തിന്മകൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള നല്ല ആളുകളെ പിടിച്ചു കൊടുക്കുന്നതായിട്ടും അതിൽ സ്ത്രീകളെ പോലും ഗർഭിണികളായിട്ടുള്ള ആളുകളെ പോലും പിടിച്ചു കൊടുക്കുന്നതായിട്ടും കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നതായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് അയാളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അയാൾ തിന്മകൾ ചെയ്യുന്നതായിട്ടാണ്. സോ ഈ ഒരു ഭൈരവൻ എന്ന കഥാപാത്രം പോസിറ്റീവ് ആണെങ്കിൽ കൂടി അയാളെ കലി ബാധിച്ചിരിക്കുന്നു, കലിയുഗമായതുകൊണ്ട് കലി ബാധിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ കലി എന്ന സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കമലഹാസൻ അവതരിപ്പിച്ചിരിക്കുന്ന സുപ്രീം യാസ്കിനെയാണെന്ന് നമുക്കറിയാം. ചിത്രത്തിന്റെ മെയിൻ കഥയിൽ കൽക്കി വേഴ്സസ് കലി എന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള സിനിമകളിൽ കൽക്കിയായിട്ട് ആരാണോ വരാൻ പോകുന്നത് അയാളുമായിട്ട് കമലഹാസന്റെ സുപ്രീം യാസ്കിൻ എന്ന കലിയുടെ റെഫറൻസ് കൊടുത്തുകൊണ്ട് വരുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ പോരാട്ടമാണ് വരാൻ പോകുന്നത് നമുക്കറിയാം. എന്നിരുന്നാലും ഈ ഒരു കഥാപാത്രത്തിന് ജസ്റ്റ് കലി എന്നുള്ളൊരു റെഫറൻസ് കൊടുക്കുകയല്ല, പകരം ഈ ഒരു കഥാപാത്രത്തിന് ബ്രഹ്മാവിന്റെ ഒരുപാട് റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നതാണ്, എങ്കിലും ഒന്ന് വേഗം തന്നെ പറഞ്ഞു പോകാം. അതായത് ഈ സിനിമയിൽ കുറെ ദൈവങ്ങളുടെ കാര്യമെല്ലാം പറയുന്നുണ്ട്. അതിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിങ്ങനെയുള്ള ത്രിമൂർത്തികളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അതിൽ വിഷ്ണുവിനെ പറ്റി ഓൾറെഡി തന്നെ കൃഷ്ണന്റെയും കൽക്കിയുടെയും അവതാരങ്ങളിലൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ശിവനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാലഭൈരവനിലൂടെയും കാശി എന്ന നഗരത്തിലൂടെയും ശിവന്റെ തന്നെ മറ്റൊരു അവതാരമായിട്ടുള്ള അശ്വത്ഥാമാവിലൂടെയും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ശിവന്റെയും വിഷ്ണുവിന്റെയും പല അവതാരങ്ങളെക്കുറിച്ചും പല റെഫറൻസുകളും സിനിമയിൽ ഡയറക്റ്റായി തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ഒരു അവതാരത്തെ സിനിമയിൽ കാണിക്കാതിരുന്നത്? കാരണം ശിവനെയും വിഷ്ണുവിനെയും ഒന്നുപോലെ ബ്രഹ്മാവിനെ ആരും ആരാധിക്കാറില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരു പോരാട്ടം നടന്നിരുന്നു. ആരാണ് തങ്ങളിൽ കേമൻ, ആരാണ് സുപ്രീം ഗോഡ് എന്നറിയാനായിട്ട്. ഇതിൽ ശിവൻ ഇടപെടുകയും ബ്രഹ്മാവ് കള്ളത്തരം കാണിച്ചതുകൊണ്ട് തന്നെ ബ്രഹ്മാവിനെ ആരും ആരാധിക്കില്ല എന്ന് ശിവൻ പറയുകയുമാണ് ചെയ്തിരുന്നത്. സോ യാസ്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബ്രഹ്മാവ് താനാണ് സുപ്രീം ഗോഡ് എന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെ യാസ്കിനും തന്റെ പേര് സുപ്രീം യാസ്കിൻ എന്നാണ് പറയുന്നത്. സോ തന്നെ ആരും ആരാധിക്കില്ല എന്ന് പറഞ്ഞെടുത്തതെന്നും തന്നെ മാത്രം ആരാധിക്കുന്നു എന്നൊരു ലെവലിലേക്ക് ബ്രഹ്മാവിന്റെ ഒരു അവതാരം വന്നിരിക്കുന്നു എന്ന രീതിയിലാകാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതല്ലെങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രഹ്മാവിന്റെ ഒരുപാട് റെഫറൻസുകൾ ഈ ഒരു കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ഇയാളുടെ തലയുടെ കുറുകെ ഒരു വെട്ടിന്റെ പാട് കാണാം. സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ആ മുറിപ്പാടുകൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് പോലെയുള്ള കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാം. സോ ഇത് ബ്രഹ്മാവിന്റെ ഒരു തല ശിവന്റെ മറ്റൊരു അവതാരമായിട്ടുള്ള കാലഭൈരവൻ വെട്ടിയിട്ടുണ്ട് എന്നതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതായത് ബ്രഹ്മാവിന് 5 തലകൾ ഉണ്ടായിരുന്നുവെന്നും അഹന്ത കൂടിയിട്ടുള്ള ബ്രഹ്മാവിന്റെ ഒരു തല ശിവൻ വെട്ടിമാറ്റിയെന്നുമാണ് പറയുന്നത്. സോ ഈ സുപ്രീം യാസ്കിന്റെ തലയിൽ വെട്ടിയിട്ടുണ്ടെന്നല്ല, പകരം സുപ്രീം യാസ്കിന് ബ്രഹ്മാവിന്റെ റെഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പാട് കൊടുത്തത് എന്നാണ് ഇവിടെ പറഞ്ഞത്. കൂടാതെ സുപ്രീം യാസ്കിന് ഇരിക്കുന്ന മുറി നോക്കുകയാണെങ്കിൽ അവിടെ ആ മുറിയിൽ സുപ്രീം യാസ്കിനെ കൂടാതെ 4 ഭാഗത്തായി 4 രൂപങ്ങൾ വെച്ചിരിക്കുന്നതായി കാണാം. സോ ഈ 4 രൂപങ്ങളും സുപ്രീം യാസ്കിനും കൂടി ചേർന്നുകൊണ്ട് 5 തലകളാണെന്നും അതിലെ അഹന്ത നിറഞ്ഞ് വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ള 5ാമത്തെ തലയാണ് ഇവിടെ യാസ്കിനായി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ യാസ്കിന് റെഫറൻസ് കൊടുത്തിരിക്കുന്നത് എന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ ബ്രഹ്മാവ് ഇരിക്കുന്നത് താമരയിലാണ്. ഈ സുപ്രീം യാസ്കിൻ ഇരിക്കുന്നതായി കാണിക്കുന്നത് വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്ന കുറച്ച് കേബിളുകൾ വഴിയാണ്. സോ വെള്ളത്തിൽ നിന്നും താമരയുടെ തണ്ടുകൾ ഉയർന്നു വന്നുകൊണ്ട് ഇരിക്കുന്നത് പോലെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കൂടാതെ ത്രിമൂർത്തികളിൽ ബ്രഹ്മാവിന്റെ ജോലി എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ കോംപ്ലക്സിൽ സുപ്രീം യാസ്കിൻ നടത്തുന്നതാകട്ടെ ഇതുപോലെ ജീവൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്. കൂടാതെ ഈ കലി എന്ന അവതാരം പോലും ബ്രഹ്മാവിന്റെ മുതുകിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് രാക്ഷസന്മാരിൽ ഒരാളാണ് എന്നാണ് പറയുന്നത്. സോ ഇതെല്ലാം കൊണ്ട് തന്നെ ഈ കലി, സുപ്രീം യാസ്കിൻ ഇതെല്ലാം തന്നെ ബ്രഹ്മാവുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രം ബ്രഹ്മാവിന്റെ മറ്റൊരു അവതാരമായിട്ടോ അതല്ലെങ്കിൽ ബ്രഹ്മാവിനെ ഒരുപാട് ആരാധിച്ചിരുന്ന ഹിരണ്യകശിപുവിനെ പോലെയുള്ള രാക്ഷസന്മാരുടെ മറ്റൊരു അവതാരമായിട്ടോ ആകാം ചിത്രത്തിൽ വരുന്നത്. സോ ഇതുകൂടാതെയും ഈ ഒരു തിയറിയുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ല ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. സോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം.
സിനിമയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ കാണിക്കുന്നത് പോലെ പലരുടെയും റെക്കോർഡുകൾ കാണിച്ചു പോകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വായിച്ചെടുക്കുന്നതിലും വേഗത്തിൽ പെട്ടെന്ന് തന്നെ കാണിച്ചു പോവുകയാണ്. എന്നിരുന്നാൽ കൂടി അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഭൈരവൻ എന്ന കഥാപാത്രം ആദ്യം ഇയാളെ പിടിക്കുന്ന സമയത്ത് അയാൾ ശമ്പാലയിലുള്ള ആളാണെന്നും അയാൾക്ക് മുൻ ക്രിമിനൽ റെക്കോർഡുകളൊന്നുമില്ലെന്നും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പിന്നീട് സുമതി എന്ന ദീപിക പദുക്കോണിന്റെ കഥാപാത്രത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1 മില്യൺ യൂണിറ്റ്സ് എന്നുള്ള മെസ്സേജ് വരുന്ന സമയത്ത് ഈ കഥാപാത്രം 2886 മുതൽ AD 2886 മുതൽ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് വരികയാണെന്നും ഇപ്പോൾ 150 ദിവസം പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്നും എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൈരവനും അശ്വത്ഥാമായുമായിട്ടുള്ള ഫൈറ്റ് നടന്നതിന് ശേഷം ഭൈരവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം റീവൈൻഡ് ചെയ്ത് കാണുന്ന സമയത്ത് അശ്വത്ഥാമായുടെ പേര് അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ ഓൾഡ് മാൻ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. സോ വളരെ വേഗത്തിൽ കാണിച്ചു പോകുന്ന കാര്യത്തിൽ കൂടി അവർ ഒരുപാട് ഡീറ്റെയിലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കഥാപാത്രത്തെ ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ ഇയാൾ കാലഭൈരവന്റെ രൂപം കണ്ടുകൊണ്ട് പട്ടിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദൈവമോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂടാതെ ഈ കാശിയിൽ ആ സമയത്ത് ദൈവമില്ല എന്നുള്ള വിശ്വാസമാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ഇയാളുടെ വണ്ടിയിലായി ഇങ്ങനെ ദൈവങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള വിഷ്ണുവിന്റെയോ മറ്റോ വിഗ്രഹം തലയില്ലാത്ത രീതിയിൽ ഇയാൾ കൊണ്ടു നടക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഭൈരവൻ എന്ന ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുന്ന സമയത്ത് അയാളുടെ ഇടത്തെ കൈയിൽ ഒരു ടാറ്റു ഉള്ളതായി കാണിച്ചിട്ടുണ്ട്. സോ ഈ ടാറ്റു വന്നിട്ടുള്ളത് ഈ കഥാപാത്രത്തെ എടുത്തു വളർത്തിയിട്ടുള്ള ദുൽഖറിന്റെ കഥാപാത്രത്തിന്റെ കയ്യിലുള്ളതായിരുന്നുവെന്നും അവിടെ നിന്നും ഭൈരവൻ കോപ്പി അടിച്ചതാണെന്നും മനസ്സിലാക്കാം. ഈ ഒരു കുട്ടി മണ്ണിന്റെ അടിയിലുള്ള ആ ഗുഹയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് വീഴുമ്പോഴാണ് വർഷങ്ങൾക്കിപ്പുറം അശ്വത്ഥാമയെ കാണിക്കുന്നത്. ആ സീനിൽ അശ്വത്ഥാമയെ കാണിക്കുന്നത് അവിടെയുള്ള ഈ ഒരു വിഗ്രഹം കാണിക്കുകയും അതിൽ നിന്നും ക്യാമറ പതിയെ നീങ്ങി വരുന്ന സമയത്ത് അശ്വത്ഥാമ ഇതുപോലെ ഒരു ശില്പം പോലെ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ അവിടെ ഇത്തരത്തിലുള്ള എത്ര ശില്പങ്ങളുണ്ടെന്ന് വ്യക്തമായി കാണിച്ചിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ 6 ശില്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അശ്വത്ഥാമാവും അതുപോലെ ഒരു ശില്പമായി ഇരുന്നതുകൊണ്ട് അശ്വത്ഥാമാവിനെയും കൂട്ടി 7 ശില്പങ്ങളെന്നും ഈ 7 ശില്പങ്ങളും 7 ചിരഞ്ജീവികളെ റെഫർ ചെയ്യുന്ന വിധത്തിൽ കൊണ്ടുവന്നതാണെന്നുമാണ്. ബാനി കൽക്കിയുടെ അവതാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് കൽക്കി ജനിക്കുമ്പോൾ അവിടെ ഒരു എക്ലിപ്സ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. സോ ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ പ്രവചനം നടത്തുന്ന സമയത്ത് ആ കൈനോട്ടക്കാരൻ പറയുന്നുണ്ട് ഇതുപോലെ ഒരു കാർഡ് ഞാൻ കണ്ടിട്ടില്ലെന്ന്. സോ ആ ഒരു കാർഡ് നോക്കിയാൽ നമുക്ക് കാണാം അത് ആ ഒരു ബാനി എന്ന കഥാപാത്രം പറയുന്ന കൽക്കിയുടെ ജനനസമയത്തുണ്ടാകുന്ന ആ ഒരു എക്ലിപ്സിനെ സൂചിപ്പിക്കുന്ന കാർഡാണെന്ന്. കൂടാതെ ഈ കൽക്കിയുടെ ജനന സമയത്ത് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിനൊരു റെഫറൻസ് പോലെയാണോന്ന് അറിയത്തില്ല. ശമ്പാലയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഷീൽഡിൽ ഇതുപോലെയുള്ള നക്ഷത്രങ്ങളുടെ രൂപങ്ങൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ശമ്പാലയിൽ നോക്കുകയാണെങ്കിൽ ഗരുഡന്റെ ഒരുപാട് രൂപങ്ങൾ വെച്ചിരിക്കുന്നതായി കാണാം. ഇത് ഈ ശമ്പാല എന്ന് പറയുന്നത് കൽക്കിയുടെ അവതാരത്തിനായി കാത്തിരിക്കുന്ന, അതായത് വിഷ്ണുവിന്റെ പുനർജന്മത്തിനായി കാത്തിരിക്കുന്ന സ്ഥലമാണ്. വിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. അതുകൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൂടുതലായും കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.